ഹലോ ഗൈസ്, എല്ലാവർക്കും ഈദ് മുബാറക്. എൻ്റെ ഈ ഒരു ഈദ് മുബാറക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഈദ് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് എൻ്റെ ഫാമിലി ഇല്ലാണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഈദാണ്. സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാവുമ്പോൾ ഭയങ്കര ഹറിബറിയാണ്. എല്ലാം വേണം, മൈലാഞ്ചി വേണം, വള വേണം, മാല വേണം, ഫാൻസി ഡ്രസ്സ്. അവർ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡ്രസ്സ് എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് വീട്ടിലാകെ ഒച്ചപ്പാടാണ്. അപ്പോൾ ഉമ്മ ഈ പെരുന്നാളിന് വിളിച്ചപ്പം പറയുന്നുണ്ട്, ഇല്ലാഞ്ഞിട്ട് ആ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ഇത് വരുന്നില്ല, പെരുന്നാളിൻ്റേതായിട്ടുള്ള ഒരു ഫീലിങ്സ് വരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി, ഞങ്ങൾ മാവന്മാർ പിന്നെ ബാക്കി കസിൻസ് എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാ പ്രാവശ്യം പടക്കങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇതാക്കി കത്തിക്കലും അങ്ങനെ നല്ല രസമാണ്. അപ്പം ഈ പ്രാവശ്യം ഇങ്ങനെ ഇവിടെ ഞാൻ ഇപ്പോൾ UAE-ലാണ്. അപ്പോൾ ഇവിടെ യുദ്ധം, പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാനിവിടെ ട്രാപ്പായി. അപ്പോൾ പടക്കം പൊട്ടിക്കാനോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നമ്മൾ ചെയ്ത ആ കാര്യങ്ങളിൽ അതൊന്നും ചെയ്യാൻ കഴിയാഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങേറ് കാര്യം. ഞാനിങ്ങനെ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ സ്റ്റോറി വെക്കുമ്പോൾ എൻ്റെ ബാക്കി കസിൻസും എല്ലാവരും, ഞാനില്ല പക്ഷേ ബാക്കി എല്ലാ കസിൻസും കൂടിയിട്ട് ഫുള്ള് പടക്കം പൊട്ടിക്കൽ, പൂത്തിരി കത്തിക്കൽ. അത് കണ്ടപ്പോൾ ഞാൻ ലൈക്ക് പോലും അടിച്ചില്ല. കാരണം കുശുമ്പുണ്ടായിട്ടൊന്നുമല്ല, എന്തോ ഭയങ്കര ഒരു സങ്കടം അത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ പോണത്. ഒറ്റയ്ക്കല്ല, ഹസ്ബൻഡും ഉണ്ട് കൂടെ. പക്ഷെ എന്നാലും ഇങ്ങനെ നമ്മൾ ഫുള്ളി എല്ലാവരും കൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഈദല്ലാണ്ട് ഒന്ന് മാറി നിന്നിട്ടുള്ള ഫസ്റ്റത്തെ ഈദാണ്. അപ്പം ബാക്കി ഇതേപോലെ പ്രവാസികൾ അല്ലെങ്കിൽ ഇതേപോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണ കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ സെയിം ഫീലിങ്സ്. എന്താ പറയണമെന്ന് വരെ കിട്ടണില്ല. അപ്പോൾ എല്ലാവരും ഈദെല്ലാം സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഈ പെരുന്നാൾക്ക് ഏറ്റവും മിസ് ചെയ്യണ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാനാണ്. കാരണം ഞാനും എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ, എൻ്റെ സിസ്റ്റർ, എൻ്റെ താത്ത, ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സിനെ പോലെ എന്നല്ല, ഫ്രണ്ട്സാണ്. എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റണ ആൾക്കാരാണ്. എനിക്ക് എൻ്റെ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും എല്ലാം എനിക്ക് ഓപ്പണായിട്ട് ഓരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലമുള്ള ഒരു ലൈഫല്ല. എല്ലാവരും ഇപ്പോൾ ഓരോ സാഹചര്യങ്ങൾ കാരണം എല്ലാവരും ഇപ്പം വേറെ വേറെ സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ UAE-ലാണ്, എൻ്റെ സിസ്റ്റർ സ്വീഡനിലാണ്, ഉമ്മ നാട്ടിലുമാണ്. അപ്പോൾ ഒരുമിച്ചല്ല. അപ്പോൾ ഏറ്റവും മിസ് ചെയ്യണ ഓരാണ്. അതിന് കൂടുതലും മിസ് ചെയ്യണത് ഉമ്മാനാണ്. ഉമ്മ ഞാനെന്ന് വെച്ചാൽ എപ്പോഴും ഞാനൊരു വീട്ടിലെ ചെറിയ കുട്ടിയായതിനെ കൊണ്ട് തന്നെ എപ്പോഴും ഞാൻ തല്ലും പിടിയാണ്. എൻ്റെ അറിയണവർക്കറിയാം, ഞങ്ങൾ നാട്ടിൽ പറയും കൊസ്രാക്കൊള്ളിന്ന്. കാരണം എല്ലാത്തിനും വെറുതെ തല്ലുണ്ടാക്കി അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ഞാൻ. ആൾക്കാരുടെ മുന്നിൽ പോയാലും ഞാനൊരു പാവം അങ്ങനെ നിൽക്കെങ്കിലും ഞാൻ പാവല്ല, ഞാൻ നല്ലോണം തല്ലുണ്ടാക്കും. അപ്പം ഉമ്മാനോട് പല കാര്യങ്ങളിലും ഇങ്ങനെ തല്ലും അങ്ങനെയെല്ലാം ആണ്. പക്ഷെ ഇപ്പം വിട്ടുന്നപ്പോൾ ഭയങ്കര സങ്കടം. പെരുന്നാൾ വന്നാൽ പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട്. പെരുന്നാൾ വന്നാൽ തലേന്ന് ഉമ്മാക്ക് സ്പെഷ്യലി കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കലും എല്ലാം ഞാനാണ്. അപ്പോൾ ഈ പെരുന്നാൾക്ക് ഞാൻ മൈലാഞ്ചി ഇടുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാനില്ല. അങ്ങനെ ഓരോ സങ്കടങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷേ ഉമ്മാർ നമ്മൾ കൂടെ ഉണ്ടാവാന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെ അതെല്ലാമാണ് അവസ്ഥ. അപ്പോൾ പെരുന്നാളിൽ പറയുകയാണെങ്കിൽ ഉമ്മ കിടക്കുകയാണെങ്കിൽ ഉറങ്ങുകയാണെങ്കിൽ പോലും ഞാൻ പോയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കും. ഉമ്മാൻ്റെ ഒരു കയ്യിൽ എന്തായാലും അസ്മ അബ്ബാസ്, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് ഒരുമിച്ച് എഴുതണം. അത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്, ഒരു ചടങ്ങാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് ഉമ്മാൻ്റെ കയ്യിൽ എഴുതും. അപ്പം അങ്ങനെ എഴുതി കൊടുക്കലുണ്ട്. ഞാൻ ഇന്നലെ ഉമ്മ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ ആരാ എഴുതിത്തരാ, അസ്മ അബ്ബാസ് എന്നൊന്ന് എഴുതണ്ടെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഉമ്മ ഒറ്റയ്ക്ക് മൈലാഞ്ചി ഇട്ടിട്ട് കാണിച്ചു.
അപ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മ കയ്യിലിട്ട മൈലാഞ്ചി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൽ സൂര്യനുണ്ട്, എന്തെല്ലോ റൗണ്ടിൽ ഫുള്ളും പുള്ളിക്കുത്ത് അങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെ എന്താ ചിത്രം ഇത് എന്നുള്ള ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഉമ്മക്ക് ഇഷ്ടമാണ്, മൈലാഞ്ചി ഇടാൻ ഇഷ്ടമാണ്. എൻ്റെ പോലെ തന്നെ ഞങ്ങൾക്ക് മൈലാഞ്ചി ഇടണം, രാവിലെ മുല്ലപ്പൂ കിട്ടണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനുണ്ടാകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ കുറേ ഇങ്ങനെ നല്ല രസത്തിലെല്ലാം വരച്ചു കൊടുക്കും. അപ്പോൾ ഉമ്മക്ക് ഞാൻ ഭയങ്കര ഫിനിഷിങ്ങിലെല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉമ്മ പറയും എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് ഒന്ന് മൈലാഞ്ചി ആയാൽ മതി, പെരുന്നാൾക്ക് മൈലാഞ്ചി അത്രേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഈദ്ഗാഹിന് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും. ഞാൻ കാലം കുത്തിയത് കൊണ്ടാണോ എന്ന് അറിയില്ല എന്താണെന്നുള്ളത്. അതന്നെ ആയിരിക്കും. ഞാൻ വന്നപ്പോൾ യുദ്ധം കൂടി പൊട്ടിയപ്പോൾ ഞാൻ സ്വയം എൻ്റെ തന്നെ പറഞ്ഞു ഞാനൊരു ജൂനിയർ മാൻഡ്രേക്ക് ആണെന്ന്. കാരണം ഞാൻ എവിടെ പോകണം അവിടെ എല്ലാം പ്രോബ്ലംസാണ്, ഫുള്ളി പ്രോബ്ലംസാണ് എവിടെ പോയാലും. അപ്പം ഞാൻ തന്നെ ആയിരിക്കും. ഞങ്ങൾ ഈദ്ഗാഹിന് പോകാമെന്ന് പ്ലാനിട്ട് 2 ദിവസം മുമ്പ് ഇതിൽ ന്യൂസിൽ UAE ഈദ്ഗാഹ് ഇല്ലയെന്ന്. അപ്പം അതും കൊളായി. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വേറെ മിസ് ചെയ്യണ ഒരു കാര്യമാണ് ഫിത്തർ കൊടുക്കാൻ പോവാം. അതൊരു രസമാണ്. ഞാൻ വീട്ടിലെ ചെറുതായതിനെ കൊണ്ട് തന്നെ ഞാനാണ് നോർമലി ഞങ്ങളെ നെയ്ബേഴ്സിനും അങ്ങനെയെല്ലാം ഫിത്തർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. ആദ്യം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അങ്ങനെ കൊടുക്കാൻ പോവും. പിന്നെ കുറച്ച് വലുതായപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോവും. എന്നാലും അതൊരു രസമാണ്. കാരണം അന്ന് നമുക്ക് അലഞ്ഞ് തിരിഞ്ഞ് നടക്കാം, എങ്ങോട്ടാന്ന് വെച്ചാൽ നടക്കാം. അപ്പോൾ പോകുമ്പോഴെല്ലാം വേറെ ആൾക്കാരുണ്ടാവും, വേറെ ടീം ഉണ്ടാവും, അവിടെ നിന്ന് അരിയും പൊടിച്ച് വരുന്നത്. സംഭവം രസമാണ്. അപ്പോൾ അങ്ങനത്തതൊന്നും ഇവിടെ ഇല്ല. അതെല്ലാമാണ് രസം. പടക്കം പൊട്ടിക്കുക, ഫിത്തർ വാരാൻ പോവാം. അല്ലാണ്ട് അറബികളുമാതിരി കാറിൽ ഇങ്ങനെ ഈദ് തലകയറ്റി നടന്നിട്ട് ഒരു രസമുള്ള ഏർപ്പാടല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ എല്ലാവരും ഈദെല്ലാം നല്ലോണം ആഘോഷിക്കുക, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക. നമ്മൾ നോമ്പൊറ്റാൽ നമ്മൾ ഭയങ്കര പോവർട്ടി അങ്ങനെയൊന്നുമല്ലല്ലോ. എല്ലാവരും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ജീവിച്ച് പോകാനുള്ളതെങ്കിലും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും സാമ്പത്തികമായിട്ട്. ഇപ്പം നമ്മൾ സുന്നത്താണ് ഡ്രസ്സ്, പുതുവസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ഒരു സുന്നത്തായ കാര്യമാണ്. അപ്പോൾ എല്ലാവരും പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് നല്ല ഉഷാറാവാം. എനിക്ക് പെരുന്നാൾക്ക് ഫോട്ടോ ഭയങ്കര മസ്റ്റായിട്ടുള്ള കാര്യമാണ്, കമ്പൽസറിയാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ബ്രദറാണ് എനിക്ക് ഫോട്ടോസ് എടുത്തുതരാം. ഇപ്രാവശ്യം ബ്രദറും ഇല്ല എടുത്തു തരാൻ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയിട്ട് പുതിയ ഫോട്ടോസ് എടുക്കണം. എന്നിട്ട് അതിന് പറ്റിയ ആപ്റ്റായ പാട്ട് തിരിയണം. എന്നിട്ട് ഫോട്ടോസ് രസമുള്ളത് സെലക്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അല്ലാണ്ട് കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ പെരുന്നാൾക്ക്. അപ്പം ഇതെല്ലാമാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. ഇത്രയും ദാരിദ്ര്യം പറയാനേ എൻ്റെ കൊണ്ട് കഴിയുള്ളൂ. ഇത്ര ദാരിദ്ര്യമേ ഉള്ളൂ ഇന്ന്. ഈദ് റിലേറ്റഡ് ഇത്ര ദാരിദ്ര്യങ്ങളേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഈദിന് ഞാനൊന്ന് വെറൈറ്റി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ബിരിയാണീൻ്റെ ഐറ്റംസും എല്ലാം ഇന്നലെ പോയിട്ട് എല്ലാം പർച്ചേസ് ചെയ്ത് വന്നിട്ട് ഞാൻ പിന്നെ യൂട്യൂബാണ് ഇപ്പോഴത്തെ ഗുരു. യൂട്യൂബിൽ നോക്കുകയാണ് എങ്ങനെ ഹൗ ടു മേക്ക് ബിരിയാണി, അതും സിമ്പിൾ ബിരിയാണി. എത്ര സിമ്പിൾ അടിച്ചിട്ടും എനിക്കത് സിമ്പിളല്ല. അങ്ങനെ ഓരോ റെസിപ്പീസും കാര്യങ്ങളും കാണുമ്പോൾ അതൊരിക്കലും സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ തല ഇങ്ങനെ മിന്നണ്. പഠിക്കണ കാലത്ത് പോലും ഇത്രയും ഒരു ഇത് വന്നിട്ടില്ല. എനിക്ക് ടെൻഷനാവും അതെങ്ങനെ ഞാൻ ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പം ഞാൻ പ്ലാൻ മാറ്റി, ബിരിയാണി എന്നുള്ള പ്ലാൻ മാറ്റിയിട്ട് നെയ്ച്ചോറും കറിയുമാക്കി. അപ്പോൾ ഇത്രയും ദാരിദ്ര്യം പിടിച്ച കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഈദിന് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം എന്തിനാ ഞങ്ങളോട് പറയണമെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആരും ഇല്ല പറയാൻ. ഞാൻ ഇവിടെ ഒറ്റക്കാണ് അക്കേലുമേ. അപ്പം അതുകൊണ്ട് ആരെങ്കിലും, എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സെങ്കിലും ഇല്ലേ, ഓരോടെങ്കിലും പറയണ്ടേ. അപ്പം അങ്ങനെ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും മൊയ്ന്ത് ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അത് റിലേറ്റഡ് ഞാൻ ഇങ്ങനെ സംസാരിക്കാം. ഞാൻ ഇങ്ങനെ ഒരു അന്തം കുന്തം ഇല്ലാണ്ട് കുറേ സംസാരിച്ചോളും. അപ്പം എന്ത് ടോപ്പിക് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ വേറൊരു കാര്യം,
ഞാൻ ഇതിന് എൻ്റെ മൈലാഞ്ചി ഇട്ടത് ഭയങ്കര ഷോക്കായിപ്പോയി. ഇപ്രാവശ്യം ഞാൻ മൈലാഞ്ചി ഇട്ടത്. ഇത്രയും കാലത്ത് എൻ്റെ ഒരു സിന്ദഗിയിൽ ഇങ്ങനെ കൊളായൊരു മൈലാഞ്ചി പെരുന്നാളില്ല സത്യം പറഞ്ഞാൽ. ഞാൻ നാട്ടിൽ നിന്ന് മൈലാഞ്ചി കൊണ്ടുവന്ന് എനിക്കും എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നെയിൽ കോണും കൊണ്ടുവന്നാണ്. നെയിൽ കോണും പിന്നെ ഇതിനെന്താ പറയുക, ഹാൻഡ് ഓക്കെ, ഉള്ളിലിടണതും നഖത്തുമ്മലിടണ മൈലാഞ്ചികളും സെപ്പറേറ്റ് അങ്ങനെ കൊണ്ടുവന്നതിനാണ്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണോ ഇനി കുറേ ഒരു 2 മന്തിൻ്റെ ശേഷം യൂസ് ചെയ്യണതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, മൈലാഞ്ചി എല്ലാം ഉണങ്ങിപ്പോയി. നഖത്തുമ്മലിട്ടിട്ട് ആദ്യം ഇട്ടത് വേറെ കളറ്, ഇപ്പം ഇട്ട വേറെ കളറ്. മറ്റേത് നോർമലി നമ്മളൊരു 2-3 വട്ടെല്ലാം ട്രൈ ചെയ്താൽ നല്ല കളറ് ആവേണ്ടതാണ്. ഡ്രാക്കുള നഖം പോലില്ലേ, ഞാൻ വളർത്തിയതാണ്. എൻ്റെ ആക്രമിക്കാൻ വരുന്നവരെ കടിച്ച് കീറാൻ വെട്ടണം. പണ്ട് മദ്രസ പഠിക്കുന്ന ടൈമാണെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടുന്ന ടൈം കഴിഞ്ഞ്. ഈ നഖമെല്ലാം കണ്ടാണ് ഉസ്താദിന് തലപ്രാന്ത് പിടിച്ച് ചുമരുമിട്ട് തല അടിച്ച് മരിക്കും ഉസ്താദ്. അപ്പോൾ പറഞ്ഞു വന്നത് മൈലാഞ്ചി കൊണ്ടുവന്ന് ഞങ്ങൾ ഈ ഒരു മൈലാഞ്ചി ഉള്ള ധൈര്യത്തിലാണ് ഇത്രയും ദിവസം തള്ളി നീക്കിയത്. വേറെ മൈലാഞ്ചി വാങ്ങാന്നുള്ള ഒരു സജഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നല്ല കളർ ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടുത്തത് ചില ടൈമിൽ പർച്ചേസ് ചെയ്താൽ തീരെ കളർ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഉണ്ടല്ലോ നമുക്ക് പൊളിക്കാം, ഒരേപോലത്തെ മൈലാഞ്ചി ഇടാന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് റീലെടുക്കണം ഒരേപോലത്തെ ഡിസൈനെല്ലാം. ഫുൾ പ്ലാനിങ് നല്ലോണം നടക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെ മൈലാഞ്ചി ഇടാനിരുന്നപ്പോൾ മൈലാഞ്ചി ഇട്ടപ്പോൾ മൈലാഞ്ചി ഉണ്ട് ഉണങ്ങിയിട്ട് വരുന്നത്. നല്ലൊരു പച്ച കളറിലല്ലേ വരേണ്ടത്, ഉണങ്ങിയ മൈലാഞ്ചി വരുന്നത് ഫുള്ളി. അപ്പോൾ നിവർത്തില്ലാണ്ട് ഒരു കയ്യിലിട്ട് ചോക്കൂല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടേനു, ആദ്യം ഉണ്ടേനു. അങ്ങനെ ഇട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇട്ടുന്ന ഡിസൈനാണിത്. ഇട്ടപ്പോൾ തീരെ കളർ ഉണ്ടായിട്ടില്ല. എന്ന് എണീച്ചപ്പോൾ ഈ ഒരു കളറെങ്കിലും ഉണ്ടാവും. പക്ഷെ അത് അടുത്ത് വന്നാൽ ഈ ഒരു കളർ കാണുള്ളൂ, ദൂരെ വന്നാൽ കളറേ ഇല്ല. അപ്പം ഒരു കൈ ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ ഇട്ടുകൊടുത്ത് അത് ഞാൻ ഷോർട്സിൽ ആ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചിത്രം വരയ്ക്കും, അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. നല്ല രസമുള്ള ഡിസൈനാണ്, അപ്പോൾ ഒന്ന് കണ്ടുനോക്കൂ. അപ്പോൾ ആ ഒരു മൈലാഞ്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൈലാഞ്ചി കൊളായപ്പം പിന്നെ വേറെ നിവർത്തില്ല, മൈലാഞ്ചി ആണെങ്കിൽ ഇടണം. അപ്പോൾ ആ ഒരു ത്വര ഉള്ളതിനെ കൊണ്ട് 2:30ക്ക് ടൈം നോക്കണം. രാത്രി 2:30 സുബൈൻ്റെ കുറച്ച് മുമ്പത്തെ 2:30. ആ ഒരു 2:30ക്ക് പോയിട്ട് ഞങ്ങൾ വേറെ മൈലാഞ്ചി വാങ്ങിയിട്ട് ഇതാണ് അവസ്ഥ. അതാണ് വാങ്ങിയ മൈലാഞ്ചി. ആള് കണ്ടാൽ ഭയങ്കര ഇതിൻ്റെ കോലം നോക്കാം, കണ്ടാൽ ഭയങ്കര മൈലാഞ്ചി, നല്ല അടാറ് മൈലാഞ്ചി. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ അറബികൾ അറബി മീൻസ് ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലത്തോരല്ലല്ലോ ആവാം, ഇത് അറബിക് ഹെന്നാണ്. അപ്പോൾ ഓരോ പാക്ക് ചെയ്തപ്പോൾ ഇത് റാപ്പ് ചെയ്ത് ഓവർ റാപ്പായി. ഈ റാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു സൈഡിൽ കൂടെ മൈലാഞ്ചി വരുന്നില്ല. ഞാൻ കുറേ കളിച്ചെന്നിട്ട് ഞാൻ ഈ പിന്നെ കുത്തും. പിന്നെ അയച്ചാൽ കുറച്ച് മൈലാഞ്ചി വരും, വീണ്ടും വരില്ല, വീണ്ടും പിന്നെ കുത്തും, അപ്പോൾ കുറച്ച് വരും. അങ്ങനെ തലപ്രാന്ത് പിടിച്ച് കുറച്ച് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ട് വരുന്നില്ല. സത്യം പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ട് കുറേ ഇടങ്ങാറായി ഞെക്കിയിട്ടും വരുന്നില്ല. അപ്പോൾ ഞാൻ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കുറേ അങ്ങോട്ട് കട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ ഭയങ്കര വലുതായിപ്പോയി. നമ്മൾ ചെറിയ സിമ്പിൾ ഡിസൈനിലല്ലേ വരക്കുക, അങ്ങനെ ആവണില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇറങ്ങി പുറപ്പെട്ട് എന്തേ വരക്കണ്ടേ, അങ്ങനെ ഒരു ചിത്രം വരച്ച്. ഈ ചിത്രം കണ്ട് ഞാൻ ഇത്രയും മതപതിച്ച ഒരു ഹെന്ന ആർട്ടിസ്റ്റാണെന്ന് പറയരുത്. ഞാൻ ഇങ്ങനല്ല, എൻ്റെ ചിത്രം ഇങ്ങനല്ല. പക്ഷേ ഈ മൈലാഞ്ചി കാരണം ഇങ്ങനെ ഇടേണ്ടി വന്ന്. വേറെ ഇതുകൊണ്ട് വരയ്ക്കാൻ പറ്റണില്ല. ഇത് ഭയങ്കര അതിൻ്റെ ഹോൾസ് ഭയങ്കര വലുതായി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത്രയും വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ പെരുന്നാൾ എൻ്റെ ഫുള്ളി കൊളായി. അപ്പോൾ നിങ്ങളതൊന്നും കൊളാക്കണ്ട, നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. നാട്ടിലുള്ളവരാണെങ്കിൽ മാക്സിമം ഫാമിലീസിൻ്റെ എല്ലാം അടുത്ത് പോയിട്ട് നിങ്ങൾ നല്ലോണം എല്ലാവരും ഗ്യാദർ ചെയ്യുക, അതല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും മിസ് ചെയ്യണത് ആ കാര്യങ്ങളെല്ലാം. പെരുന്നാൾക്ക് ബാക്കി ഡേയ്സ് പോലെയല്ല, അതൊരു സ്പെഷ്യലാണ്. ഫാമിലീസ് എല്ലാവരും വരും, വേറെ ഫാമിലീസിൽ പോവും,
പെരുന്നാൾ പൈസ കിട്ടും. ഇവിടെ വന്നിട്ട് പെരുന്നാൾ പൈസ കിട്ടില്ല. എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഒന്നും മാറിയിട്ടില്ല. എൻ്റെ ബാക്കി കുടുംബക്കാരെങ്കിൽ എനിക്കിതുവരെ പെരുന്നാൾ പൈസ തന്ന എൻ്റെ ബാക്കി ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ സെയിമാണ്. എല്ലാവരും അതിലേക്ക് തന്നെ പൈസ അയക്കാം. നമ്പറൊന്നും മാറിയിട്ടില്ല, അതിലേക്ക് അയച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഉള്ള ടൈം നമുക്ക് അതെല്ലാം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഫാമിലീസിൻ്റെ കൂടെ നല്ലോണം ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ പോവാണ്. എനിക്കിനി വേറെ എന്തെല്ലോ എല്ലാം പണികളുണ്ട്. അപ്പോൾ എൻ്റെ കഥാപ്രസംഗം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബൈ.